सहनाववतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। यस्य ब्रह्म च क्षत्रं च उभे भवत ओदनः मृत्युर्यस्योपसेचनं क इत्था वेद यत्र सः। यस्य आत्मनः ब्रह्मक्षत्रे सर्वधर्मविधारके अपि सर्वत्राणभूते उभे ओदनः अशनं भवतः स्याताम्। सर्वहरः अपि मृत्युः यस्य उपसेचनम् इव ओदनस्य अशनत्वे अपि अपर्याप्तः तं प्राकृतबुद्धिः यथोक्तसाधनरहितः सन् कः इत्थमेवं यथोक्तसाधनवान् इव इत्यर्थः वेद विजानाति यत्र स आत्मा इति। यस्य आत्मनः ब्रह्मक्षत्रे सर्वधर्मविधारके अपि सर्वत्राणभूते उभे ओदनः अशनं भवतः स्याताम्। सर्वहरः अपि मृत्युः यस्य उपसेचनम् इव ओदनस्य अशनत्वे अपि अपर्याप्तः तं प्राकृतबुद्धिः यथोक्तसाधनरहितः सन् कः इत्थम् एवं यथोक्तसाधनवान् इव इत्यर्थः वेद विजानाति यत्र स आत्मा इति। അപ്പോൾ യാതൊരു പരമാത്മാവിന് യസ്യ ആത്മനഃ യാതൊരാത്മാവിന് യാതൊരു പരമാത്മാവിന് യാതൊരു പരബ്രഹ്മത്തിന് ബ്രഹ്മക്ഷത്രേ ബ്രഹ്മക്ഷത്രങ്ങൾ ബ്രഹ്മവും ക്ഷത്രവും ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യവും ബ്രാഹ്മണനും ക്ഷത്രിയനും ബ്രാഹ്മണബലവും ക്ഷത്രിയബലവും ഇത് രണ്ടും വേണം. ഇത് രണ്ടുമാണ് ലോകത്തെ നയിക്കുന്നത്, ധർമ്മത്തെ നിലനിർത്തുന്നത്. വ്യക്തിക്കാണെങ്കിലും ഇത് രണ്ടും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും ഒന്നിൽ വീഴ്ച വന്നാൽ നമുക്ക് പിന്നെ നിലനിൽപ്പില്ല. തീരെ ഒരുതരം ക്ഷാത്രമില്ലാതെയാണ് നമ്മളെ മിക്കവാറും നമ്മുടെ അച്ഛനമ്മമാർ വളർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണമായിട്ട്. വായി കൈയിട്ടാൽ കടിക്കരുത്, വലത്തെ കരണത്ത് അടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം, ഇടത്ത് കിട്ടിയാലോ വലം കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ കണ്ടവനോടൊക്കെ തല്ലുകൊണ്ട് നശിക്കണം. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ വേദമന്ത്രമൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ ബ്രഹ്മക്ഷത്രങ്ങളാണ്, രണ്ടുമാണ് വേണ്ടത്. എന്താണ് ഈ ബ്രഹ്മക്ഷത്രങ്ങൾ? സർവധർമ്മവിധാരകേ, സർവധർമ്മത്തെയും ധരിക്കുന്നത് ഇവ രണ്ടുമാണ്. ഇവ രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ ധർമ്മം നിലനിൽക്കൂ. ഏതിലെങ്കിലും ഒന്നിൽ വീഴ്ച വന്നാൽ ധർമ്മം നിലനിൽക്കില്ല. അറിവും കരുത്തും, ശാന്തിയും ശക്തിയും. അതുകൊണ്ട് ശാന്തി മന്ത്രങ്ങൾ ഉപദേശിച്ച അതേ ഋഷിമാർ നമുക്ക് ധനുർവേദവും ഉപദേശിച്ചു. മറക്കരുത്.
സർവധർമ്മവിധാരകെ, ആ വാക്ക് മറക്കരുത്. സർവധർമ്മവിധാരകങ്ങളാണ് ബ്രഹ്മക്ഷത്രങ്ങൾ. സർവത്രാണഭൂതേ അപി, സർവത്രാണഭൂതങ്ങളാണ്. എല്ലാവരെയും എല്ലാത്തിനെയും രക്ഷിക്കുന്നവയാണ് ഇവ രണ്ടും. ഇവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം രക്ഷിക്കപ്പെടൂ. ഒന്നുകിൽ നമ്മൾ കുരുക്കള നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ള മട്ടിലാണ് അല്ലേ? അതാണ്. ബ്രഹ്മമുണ്ടെങ്കിൽ അങ്ങ് പഠിച്ച് 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 വലിയ അറിവുണ്ടാവും, ഒരു കരുത്തും ഉണ്ടാവില്ല. കരുത്താണെങ്കിലോ വലിയ കരുത്ത്, പക്ഷെ വിവരം ഉണ്ടാവില്ല. രണ്ടും പ്രശ്നമാണ്, രണ്ടും ഒത്തുചേരണം. അങ്ങനെ വേണം നമ്മൾ നിലനിൽക്കേണ്ടത്, അടുത്ത തലമുറയെ നിലനിർത്തേണ്ടത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് സർവത്രാണഭൂതേ എന്ന് മറക്കരുത്. ഈ ബ്രഹ്മക്ഷത്രങ്ങളാണ് സർവത്രാണഭൂതങ്ങൾ. എല്ലാത്തിനെയും എല്ലാവരെയും രക്ഷിക്കുന്നവ ഇവ രണ്ടുമാണ്. അങ്ങനെയൊക്കെ കേമമാണിവ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഉഭേ ഓദനഹാശനം ഭവതഃ. ആ പരമാത്മാവിന് ഇവ രണ്ടും വെറും ഒരു ചോറൂർല, അത്രയേ ഉള്ളൂ. ഒറ്റ വിഴുങ്ങലിന് കഴിയും. അവിടെ ബ്രഹ്മവും ഇല്ല, ക്ഷേത്രവും ഇല്ല. ഇനി സർവഹരഹ അപി മൃത്യുഹോ. മൃത്യു, മരണം എങ്ങനെയുള്ളതാണ്? എല്ലാവരെയും ഹരിക്കുന്നവനാ, എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നവനാ, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാ. മരണം ഉണ്ടായിട്ടാണ് നമ്മളൊക്കെ അങ്ങനെ കുറച്ച് മര്യാദസ്ഥന്മാരായി ജീവിക്കുന്നത് അല്ലേ? മരണം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം എന്താ സ്ഥിതിയെന്ന്. മരണം കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. മരണം ഉണ്ടായിട്ട് തന്നെ വെറും 36,000 ദിവസമേ നമുക്ക് ആയുസുള്ളൂ. വെറും 36,000. അതിലെത്ര ദിവസം കൊച്ചു കുട്ടികളായിട്ട് ഒന്നിനും വയ്യാണ്ട് പോയി. ശൈശവത്തിൽ മര്യാദയ്ക്ക് എടുക്കാൻ അറിയാത്ത ആൾ എടുത്താൽ പോലും പ്രശ്നമാണ്. കഴുത്തൊക്കെ താങ്ങി എടുക്കണം. എത്ര കാലം ഉറങ്ങിപ്പോവും? എന്താ അഭിപ്രായം? പകുതി 12 മണിക്കൂറൊക്കെ ഉറങ്ങും. അതില്ല, ഒരു എത്ര മണിക്കൂർ ഉറങ്ങും ദിവസം? 6, 4-1. അപ്പം 25 കൊല്ലം അത് പോയി. പിന്നെ പ്രത്യേകിച്ച് അവനവനായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരുടെ ഒരു അധീശത്വത്തിൽ ചെയ്യേണ്ടുന്ന കാലം എന്തായാലും 10 വയസ്സ് വരെയൊക്കെ അങ്ങനെ പോയി. അപ്പം 35, 6 മണിക്കൂർ ഉറങ്ങിയാൽ 8 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ 33.3 കൊല്ലം പോയി. പിന്നെ അവസാനം എത്ര കാലം കിടക്കേണ്ടി വരുമെന്ന് അറിയില്ല. അത് പോട്ടെ, അത് കൂട്ടണ്ട. എന്നാൽ തന്നെ ഇനി എത്ര കൊല്ലമേ ബാക്കിയുള്ളൂ, എത്ര ദിവസമേ ബാക്കിയുള്ളൂ ഒന്ന് കൂട്ടി നോക്കൂ. വളരെ ചുരുക്കം ദിവസമേ നമുക്കുള്ളൂ. എന്നിട്ട് തന്നെ നമ്മൾ ഇങ്ങനെയാ. ഓരോരുത്തരുടെ കോലം കണ്ടാൽ മതി അല്ലേ? ആലോചിച്ച് നോക്കൂ. നിന്നെ ഞാൻ കാണിച്ചു തരാം, അതാക്കാം ഇതാക്കാം എന്നും പറഞ്ഞിട്ടാണ് നടക്കണത്. എത്ര മണിക്കൂറാണ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക എന്നറിയില്ല. വേദാന്ത ക്ലാസ്സിന് പോണതിന് മുമ്പ് പിന്നെയല്ലേ, ബാക്കി പിന്നെയല്ലേ. അതാണ് എൻ്റെ തമാശ. വേദാന്തം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എത്ര കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന ആലോചിക്കുക. തമാശ പറയല്ല. അപ്പം മരണം കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി? അപ്പം മരണം എല്ലാവരെയും നിലയ്ക്ക് നിർത്തുന്ന ആളാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? ആ പരമാത്മാവിന് അത് ഉപസേചനമാണ്. ഉപസേചനം എന്ന് പറഞ്ഞാൽ കറിക്ക് പോലും തികയില്ല, ഒരു കറി പോലും ഇല്ല. കറി എന്ന് പറഞ്ഞാൽ സേചനമാണ്. ചോറിന് കറി, ഓദനത്തിൻ്റെ കൂടെ സേചനം, ഒഴിച്ചുകൂട്ടാൻ. ഇത് ഒഴിച്ചുകൂട്ടാൻ പോലും അല്ല, ഉപസേചനാണ്. വല്ല അച്ചാറ്, പിന്നെന്താ ഉപ്പേരി,
വല്ല ചമ്മന്തി, വല്ല ഉപ്പിലിട്ട മാങ്ങയോ അങ്ങനെയൊക്കെ അല്ലേ, കടുമാങ്ങ, അതൊക്കെ അത്രയേ ഉള്ളൂ. അത്ര നിസ്സാരമാണ്, ഒറ്റയൊന്നിനേ മൃത്യു. അതാണ് അശനത്വേ അപി അപര്യാപ്ത, കഴിക്കാൻ പോലും ഇല്ല എന്നാണ്. അശനത്വേ അപി അപര്യാപ്ത, കഴിക്കാൻ പോലും ഇല്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തെ പ്രാകൃത ബുദ്ധി എങ്ങനെ മനസ്സിലാക്കും? പ്രകൃതിവശകമായ ബുദ്ധിയോടൊത്ത ആള് എങ്ങനെ മനസ്സിലാക്കും? യഥോക്ത സാധനരഹിത, ഇവിടെ പറഞ്ഞ സാധനാ സമ്പത്തൊന്നും ഇല്ലാത്ത പ്രാകൃതൻ എങ്ങനെ മനസ്സിലാക്കും? അർത്ഥം എന്താ? മനസ്സിലാക്കില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്തമേവം യഥോക്ത സാധനവാൻ, സാധനകളോടൊത്തവൻ മനസ്സിലാക്കുന്നത് പോലെ എങ്ങനെ മനസ്സിലാക്കും ഇത്യർത്ഥ. അല്ലെങ്കിൽ എന്നുള്ളതിന് സാധനയോടൊത്തവൻ എന്നുള്ളതിന് പകരം കഹ, ആര്, ഇപ്രകാരം, ഇപ്രകാരം എന്നെങ്ങനെ മനസ്സിലാക്കും? ബ്രഹ്മത്തെ ഇപ്രകാരം എങ്ങനെ മനസ്സിലാക്കും? വേദ വിജാനാദി എത്ര സാത്മാതി, എവിടെയാണ്, എന്താണ് ഈ ആത്മാവ്, എങ്ങനെയാണ് ആത്മാവ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? വെച്ചാൽ മനസ്സിലാവില്ല. അപ്പം എന്ത് വേണം? ഈ പറഞ്ഞ സാധനാസമ്പത്തി നേടണം. ഏറ്റവും വലിയ സാധന പറഞ്ഞത് യമേ വൈഷവൃണുതേ തേന ലഭ്യ എന്നാണ്. ആര് മറ്റെല്ലാം അപ്രസക്തമാക്കി ഈ ആത്മാവിനെ മാത്രം ലക്ഷ്യമെന്ന് കണക്കാക്കി ജീവിക്കുന്നുവോ അവൻ നേടും. മറ്റുള്ളതിലൊക്കെ പ്രസക്തി നഷ്ടപ്പെടുന്നു. അതാണ്. ഇങ്ങനെയാണ് രണ്ടാമത്തെ വല്ലി. നമ്മൾ മൂന്നാം വല്ലിയിലേക്ക് കടക്കുകയാണ്. മൃത്യു മരണം തന്നെ. യമനാണല്ലോ പറയണത്, യമനെ കൊണ്ടും പറയാം. ഞാൻ വെറുതെ തൊട്ടുകൂട്ടാനാടോ? ഋതം പിബന്ധൗ ഇത്യസ്യാഹ വല്യാഹ സംബന്ധഃ വിദ്യാവിദ്യേ നാനാവിരുദ്ധഫലേ ഇത്യുപന്യസ്തേ നതു സഫലേ തേ യഥാവത് നിർണീതേ തദ്നിർണയാർത്ഥ രഥരൂപകൽപ്പന തഥാ ച പ്രതിപത്തി സൗകര്യം ഏവം ച പ്രാപ്തൃപ്രാപ്യ ഗന്ധൃഗന്ധവ്യ വിവേകാർത്ഥം ദ്വൗ ആത്മാനൗ ഉപന്യസ്യേതേ. ഋതം പിബന്ധൗ ഇത്യസ്യാഹ വല്യാഹ സംബന്ധഃ വിദ്യാവിദ്യേ നാനാവിരുദ്ധഫലേ ഇതി ഉപന്യസ്തേ നതു സഫലേ തേ യഥാവദ്നിർണീതേ തദ്നിർണയാർത്ഥ രഥരൂപകൽപ്പന തഥാ ച പ്രതിപത്തി സൗകര്യം ഏവം ച പ്രാപ്തൃപ്രാപ്യ ഗന്ധൃഗന്ധവ്യ വിവേകാർത്ഥം ദ്വൗ ആത്മാനൗ ഉപന്യസ്യേതേ. അപ്പോൾ അടുത്ത വല്ലി ആരംഭിക്കുന്നത് ഋതം പിബന്ധൗ സുഹൃതസ്യ ലോകേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഭാഷ്യകാരൻ പറയുകയാണ് ഋതം പിബന്ധൗ ഇത്യസ്യാഹ വല്യാഹ സംബന്ധഃ. ഋതം പിബന്ധൗ എന്ന് തുടങ്ങുന്ന വല്ലിയുടെ സംബന്ധം പറയാം. സംബന്ധം പറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിന് മുൻ വല്ലിയുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ തുടർച്ച എങ്ങനെയാകുന്നു അത് പറയാം. തുടർച്ച വേണമല്ലോ ശാസ്ത്രമാകുമ്പോൾ, അത് പറയാം. വിദ്യാവിദ്യേ നാനാവിരുദ്ധഫലേ ഇത്യുപന്യസ്തേ. വിദ്യയും അവിദ്യയും വിരുദ്ധ ഫലങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എവിടെയാ പറഞ്ഞത്? നേരത്തെ. ദൂരമേതേ വിപരീതേ വിഷൂചി അവിദ്യയാച വിദ്യേതി ജ്ഞാത എന്ന് പറഞ്ഞു ഇല്ലേ?
ദൂരമേതേ വിപരീതേ വിഷൂചി എന്ന് പറഞ്ഞു. വളരെ ദൂരം, ദൂര ഭിന്നങ്ങളാണ് ഇവ രണ്ടും, വിദ്യയും അവിദ്യയും എന്ന് പറഞ്ഞു. നതു സഫലേത യഥാവത് നിർണീത, എന്നാൽ അവയുടെ ഫലത്തോടു കൂടി അവയെ നിർണയിച്ചിട്ടില്ല. എന്താണ് വിദ്യയുടെ ഫലം, എന്താണ് അവിദ്യയുടെ ഫലം, എന്താണ് വിദ്യയുടെ ഫലം, എന്താണ് അവിദ്യയുടെ ഫലം എന്ന് വിസ്തരിച്ച് നിർണയിച്ചിട്ടില്ല. അതൊരൊഴുക്കം മട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തത് നിർണയാർത്ഥ, അതിനെ നിർണയിക്കണം. എന്താണ് വിദ്യയുടെ ഫലം, എന്താണ് അവിദ്യയുടെ ഫലം, ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ വേണ്ട പോലെ നിർണയിച്ച് പറഞ്ഞിട്ടില്ല. അത് നിർണയിച്ച് പറയുന്നതിന് വേണ്ടി രഥരൂപകൽപ്പനയെ ചെയ്യുകയാണ്. അവിടെ നമ്മൾ 2 മന്ത്രം കഴിഞ്ഞാൽ രഥരൂപകൽപ്പനയായി. ഈ ശരീരം തന്നെ രഥമാണ് എന്ന് ഉള്ള ഒരു കൽപ്പന, അത് നമുക്ക് പഠിക്കാം, ഇപ്പം പറയുന്നില്ല. തഥാച പ്രതിപത്തി സൗകര്യം, അങ്ങനെയാവുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. രഥരൂപകൽപ്പന എന്തിനാന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഏവം ച പ്രാപ്യ ഗന്ധൃഗന്ധവ്യ വിവേകാർത്ഥം ദ്വൗ ആത്മാനൗ ഉപന്യസ്യതേ. അങ്ങനെ പ്രാപ്യ, പ്രാപ്താവും പ്രാപ്യവും, പ്രാപിക്കുന്നവനും പ്രാപിക്കപ്പെടേണ്ടതും പ്രാപണീയം, ഗന്താവും ഗന്തവ്യവും, ഗന്താവും ഗന്തവ്യവും, ഗന്തവ്യം ഗമനീയം, ഇവയെ വേണ്ടതുപോലെ വിവേകം ചെയ്ത് വേർതിരിച്ച് പറയാൻ വേണ്ടി ദ്വൗ ആത്മാനൗ ഉപന്യസ്യതേ, 2 ആത്മാക്കളെക്കുറിച്ച് പറയുന്നു. വാസ്തവത്തിൽ ആത്മാവ് ഏകമാണ്, അദ്വിതീയമാണെന്നുള്ളതാണ് സിദ്ധാന്തം. അതിൽ ഒരു മാറ്റവും ഇല്ല. എന്നാൽ ഈ ഒരു തത്വം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി 2 ആത്മാക്കളെ പറയുന്നു, ജീവാത്മാ പരമാത്മാ എന്നിങ്ങനെ. എങ്ങനെ? ഋതം പിബന്ധൗ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർദ്ധേ ഛായാതപൗ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തൃണാചികേതാഃ. ഋതം പിബന്ധൗ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർദ്ധേ ഛായാതപൗ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തൃണാചികേതാഃ. ഋതം പിബന്ധൗ, ഋതം സത്യം, ഋതം പാരമാർത്ഥികമായ സത്യം. പാരമാർത്ഥികമായ സത്യത്തിനാണ് ഋതം എന്ന് പറയാറ്. ഋതം. പിബന്ധൗ, കുടിക്കുന്ന 2 പേര്, പിബൻ പിബന്ധൗ പിബന്ധ, അങ്ങനെയാ വരിക. പിബന്ധൗ എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന 2 പേര്, 2 കുടിയന്മാർ. എന്തിനെ കുടിക്കുന്നവര്? സത്യത്തെ. എവിടെ? സുഹൃതസ്യ ലോകേ, സുഹൃതത്തിൻ്റെ ലോകത്തിൽ. നല്ലപോലെ ചെയ്യപ്പെട്ട കർമ്മമാണ് സുകൃതം.
അപ്പം നല്ലപോലെ ചെയ്യപ്പെട്ട കർമ്മങ്ങളുടെ ലോകത്തിൽ, മേഖലയിൽ നല്ലപോലെ ചെയ്യപ്പെട്ട കർമ്മങ്ങളുടെ മേഖലയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ നിരന്തരം ഈ ലോകത്തിൽ ലൗകികവും വൈദികവുമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ലൗകികം ലോകസിദ്ധം, വൈദികം വേദവിഹിതം. വേദവിഹിതവും ലോകസിദ്ധവുമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഫലം ഉണ്ട്. കർമ്മമുണ്ട് ഫലമില്ല എന്നില്ല. കർമ്മമുണ്ടോ ഫലമുണ്ട്, ഉറപ്പ്. ഫലമില്ലാത്തൊരു കർമ്മമില്ല, ഒരു ഫലവുമില്ലാത്ത ഒരു കർമ്മവും ഇല്ല. ഈ കർമ്മഫലത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അഥവാ നേടാൻ ഇച്ഛിക്കുന്നത്. ഈ കർമ്മഫലങ്ങളെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും സംഭവിക്കും. ഒരു കാരണവശാലും ഒരു നീക്കുപോക്കോ ഒഴിവുകഴിവോ ഇല്ല. നിശ്ചയമായും സംഭവിക്കും എന്നുള്ളതുകൊണ്ട് കർമ്മഫലം സത്യമാണ്. ആ സത്യത്തെ അനുഭവിക്കുന്നവരായ രണ്ടുപേര്, ഹൃദംബിബന്ധൗ സുകൃതസ്യ ലോകേ, നല്ല പോലെ ചെയ്യപ്പെട്ടതായ കർമ്മഫല അനുഭവ മണ്ഡലങ്ങളിൽ, ഗുഹാം പ്രവിഷ്ടൗ, ഗുഹയിൽ പ്രവേശിച്ച രണ്ടുപേര്. ഗുഹാം പ്രവിഷ്ട എന്ന് പറഞ്ഞാൽ ഗുഹയിൽ പ്രവേശിച്ച ഒരാൾ, പ്രവിഷ്ടൗ എന്ന് പറഞ്ഞാൽ രണ്ടുപേര്. ഗുഹയിൽ പ്രവേശിച്ച രണ്ടുപേര് പരമേ പരാർദ്ധേ, പരമമായ സ്ഥാനത്തിൽ, പരമമായ സ്ഥാനത്തിൽ ഉള്ള ഗുഹയിൽ പ്രവേശിച്ചവരായ രണ്ടുപേര്. അവരാരാ? കർമ്മഫലത്തെ ഇച്ഛിക്കുന്നവരായ, അനുഭവിക്കുന്നവരായ രണ്ടുപേര്. അവരാണ് ഈ ഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതിനെക്കൊണ്ട് ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മവിദഃ ഛായാതപോ വദന്തി, നിഴലും വെയിലും എന്ന് പറയുന്നു. നിഴലും വെയിലും എന്ന് പറയുന്നു എന്ന് പറഞ്ഞ അർത്ഥം നിഴലും വെയിലും പോലെ എന്ന് പറയുന്നു. ആര് പറയുന്നു? ബ്രഹ്മവിദഃ, ബ്രഹ്മജ്ഞാനികൾ. കേവലം ബ്രഹ്മജ്ഞാനികളെ പറയുന്നുള്ളോ? അല്ല, പഞ്ചാഗ്നേഹ, ഗൃഹസ്ഥന്മാരും പറയുന്നുണ്ട്. പിന്നെ തൃണാചികേതാഹ, തൃണാചികേതന്മാരും പറയുന്നുണ്ട്. തൃണാചികേതൻ ഇപ്പം പറഞ്ഞ നാചികേത അഗ്നി ചെയ്യുന്നവർ. അപ്പോൾ അഗ്നിക്രിയകളെ ചെയ്യുന്നവരും ഗൃഹസ്ഥന്മാരും ബ്രഹ്മവിത്തുക്കളും എല്ലാം പറയുന്നുണ്ട് ഇത് വെയിലും നിഴലും പോലെയാണ്. സത്യമായ കർമ്മഫലത്തെ അനുഭവിക്കുന്ന സുകൃതമായിരിക്കുന്ന ലോകത്തിൽ ഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്ന രണ്ടുപേരുണ്ടോ? ഇവിടെയാണ് ചോദ്യം വരുന്നത്, രണ്ടുപേരുണ്ടോ ഇല്ലയോ എന്ന്. രണ്ടുപേരുണ്ടോ ഇല്ലയോ ചോദ്യം. അവിടെയാണ് നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞത്, പ്രാപ്തു പ്രാപ്യ ഗന്ധൃ ഗന്ധവ്യ വിവേകാർത്ഥം ദൗ ആത്മാനൗ ഉപന്യസ്യതേ. പ്രാപ്തൃ പ്രാപ്യ ഗന്ധൃ ഗന്ധവ്യ വിവേകത്തിനായിക്കൊണ്ട് രണ്ടാത്മാക്കള് ഉപന്യസിക്കപ്പെടുന്നു.
ഏകദേശം, പൂർണ്ണമായിട്ടല്ല, ഏകദേശം സമാനമായിട്ട് നമുക്ക് മുണ്ടകോപനിഷത്തിൽ പഠിക്കാം. ദ്വാ സുപർണ സയുജാ സഖായൗ സമാനം വൃക്ഷം പരിശസ്വജാതേ തയോരന്യഃ പിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യ അഭിചാകശീതി. രണ്ട് നല്ല ചിറകുകളോട് കൂടിയ രണ്ട് സഖാക്കൾ. നല്ല ചിറകുകളോട് കൂടിയ രണ്ട് സഖാക്കൾ. ചിറകുകളോട് കൂടിയ പക്ഷികളാ. ഈ പക്ഷികൾ രണ്ട് സഖാക്കളാ. ഈ സഖാവ് പക്ഷിയായാൽ മതി, എന്നാ കണക്കായി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും ഇവിടെ പറയണത് പക്ഷികൾ സഖാക്കളാന്നാണ്. സഖായൗ എന്ന് പറഞ്ഞാൽ രണ്ട് സഖാക്കൾ. അവർ സമാനം വൃക്ഷം പരിശസ്വജാതെ, സമാനമായ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. തയോഹോ അന്യഹ പിപ്പലം സ്വാദ്വത്തി, അവയിൽ ഒരുവൻ അതിലത്തെ പഴങ്ങളെ കഴിക്കുന്നു. പഴങ്ങൾ പ്രധാനമായി 3 തരമാണ്: സ്വാദ്, അസ്വാദ്, ദുസ്വാദ്. 3 തരമാണ്. നല്ല സ്വാദുള്ളത്, സ്വാദില്ലാത്തത്, ദുസ്വാദുള്ളത്. അങ്ങനെ 3. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ. അനശ്നൻ അന്യഹ അഭിചാകശീതി, മറ്റവൻ അനശ്നൻ, കഴിക്കുന്നില്ല, പക്ഷെ പ്രകാശിക്കുന്നു, പ്രകാശഭാവത്തിൽ കഴിയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ, ഈ കഴിക്കുന്നവൻ തിരിച്ചറിയാണ് മറ്റവൻ തന്നെയാണ് ഞാൻ. ആ തിരിച്ചറിവിൽ 2 എന്ന ഭാവം പോകുന്നു. ഇവിടെ ഹൃദം പിബന്ധൗ, കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായ 2 പേര്. 2 പേരുണ്ടോ? പരമാർത്ഥത്തിലില്ല. എന്നാൽ ഇല്ലേ? വ്യവഹാരത്തിൽ ഉണ്ട്. ജീവാത്മാവ്, പരമാത്മാവ്. ഈ ഉപാധികളോട് ചേർന്ന ഭാവവും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതായ ഈശ്വരഭാവവും. ഈ 2 ഭാവങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഗുഹാം പ്രവിഷ്ടവും പരമേ പരാർത്ഥേ, പരമമായ സ്ഥാനത്തിൽ ഗുഹയിൽ പ്രവേശിച്ചാണ് ഇവരിയ്ക്കുന്നത്. ഏതാ ഗുഹ? നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഹൃദയ ഗുഹ. ദേഹത്തേക്കാൾ സൂക്ഷ്മമായി പ്രാണൻ, പ്രാണങ്ങളെക്കാൾ സൂക്ഷ്മമായി മനസ്സ്, മനസ്സിനേക്കാൾ സൂക്ഷ്മമായി ബുദ്ധി, ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ഈ പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് ഗുഹ. ഈ ഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്നവർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജീവാത്മഭാവേന ഉള്ളിൽ പ്രത്യേകാത്മഭാവത്തിൽ പ്രവേശിച്ചിരിക്കുന്നവർ എന്നർത്ഥം. വാസ്തവത്തിൽ ഇവ 2 ഉണ്ടോ? അല്ല, ഒന്നാണോ? ഛായാതപൗ ബ്രഹ്മവിദോ വദന്തി. ഇപ്പം ഛായാതപങ്ങളാണ്. ഛായാതപങ്ങൾ, ഛായ നിഴൽ, ആതപം വെയിൽ. വെയിലും നിഴലും പോലെയാണ്. നിഴലുണ്ടാവുന്നത് വേറെ ഉപാധികളുടെ സമ്പർക്കം കൊണ്ടാണ്, സമ്മതിച്ചു, അതിൽ സംശയമില്ല. പക്ഷേ വെയിലിനാൽ ആണ് നിഴലുണ്ടാക്കപ്പെടുന്നത്. വെയിലിനാലാണ് നിഴല് ഉണ്ടാക്കപ്പെടുന്നത്. വെയിലില്ലെങ്കിൽ നിഴലില്ല.
വെയിലിനെ കൊണ്ടാണ് നിഴലുണ്ടാക്കപ്പെടുന്നത്, അല്ലേ? അതെ, ഏതെങ്കിലും ഒരു വസ്തു വെയിൽ വരുന്ന വഴിയിൽ നമ്മൾ വെക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അത്രയും നമ്മളെ വെയിൽ പതിയാതിരിക്കുക ചെയ്യുന്നു. അപ്പം രണ്ടും വാസ്തവത്തിൽ ഒന്നാണ്. ഉപാധിഗതമായ ഭാവമാണ് രണ്ട്. നല്ല സൂക്ഷ്മമായി ചിന്തിക്കുക. ഛായാതപവും, ഈ രണ്ടാത്മാക്കൾ വെയിലും നിഴലും പോലെയാണ്, ആപേക്ഷികങ്ങളാണ്. വെയിലില്ലേ, നിഴലുമില്ല. നിഴലുണ്ടോ, വെയിലുണ്ടോ. തിരിച്ചു പറയരുതേ, വെയിലുണ്ടോ നിഴലുണ്ടെന്ന് പറയരുത്. നിഴലുണ്ടോ, വെയിലുണ്ട്. ഉപാധിഗതമായ ഭാവം ഉണ്ടെങ്കിലേ നിഴലുള്ളൂ. പക്ഷെ ഉപാധി ഉണ്ടെങ്കിൽ നിഴലില്ല, വെയിൽ വേണം. ഇത് കേവലം ബ്രഹ്മജ്ഞാനികൾ മാത്രം പറയുന്നതല്ല. പഞ്ചാഗ്നികളായ, അഗ്നിക്രിയ ചെയ്യുന്നവരായ ഗൃഹസ്ഥന്മാർ പിന്നെ പിന്നെ നാചികേതാഹ, നാചികേത അഗ്നിയെ ചെയ്യുന്നവർ, അഗ്നിക്രിയ ചെയ്യുന്നവർ, ഉപാസന ചെയ്യുന്നവർ. അപ്പോൾ ബ്രഹ്മജ്ഞാനികളും ഗൃഹസ്ഥന്മാരും ഉപാസകന്മാരും ഒക്കെ പറയുന്നുണ്ട് എന്ന് പറയുകയാണ്. നോക്കൂ, ഋതം സത്യം അവശ്യം ഭാവിത്വാത് കർമ്മഫലം പിബന്ധൗ ഏകഃ തത്ര കർമ്മഫലം പിബതി ഭുങ്ക്തേ ന ഇതരഃ തഥാപി പാതൃസംബന്ധാത് പിബന്ധൗ ഇത്യുച്യത്തെ ഛത്രിന്യായേന. സുകൃതസ്യ സ്വയം കൃതസ്യ കർമ്മണഃ ഋതം ഇതി പൂർവേണ സംബന്ധഃ ലോകേസ്മിൻ ശരീരെ ഗുഹാം ഗുഹായാം ബുദ്ധൗ പ്രവിഷ്ടൗ പരമേ ബാഹ്യപുരുഷാകാശ സംസ്ഥാനാപേക്ഷയാ പരമം പരസ്യ ബ്രഹ്മണഃ അർദ്ധം സ്ഥാനം പരാർദ്ധം തസ്മിൻ ഹി പരം ബ്രഹ്മ ഉപലഭ്യതേ. അതഃ തസ്മിൻ പരമേ പരാർദ്ധേ ഹാർദാകാശേ പ്രവിഷ്ടൗ ഇത്യർത്ഥഃ. തൗ ച ഛായാതപൗ ഇവ വിലക്ഷണൗ സംസാരിത്വ അസംസാരിത്വേന ബ്രഹ്മവിദഃ വദന്തി കഥയന്തി. കേവലം ന കേവല കർമ്മിണഃ ഏവ വദന്തി പഞ്ചാഗ്നയഃ ഗൃഹസ്ഥാഃ യേ ച തൃണാചികേതാഃ ത്രികൃത്വോ നാചികേതഃ അഗ്നിഃ ചിതഃ യൈഃ തേ തൃണാചികേതാഃ. ഋതം പിബന്ധൗ, വായിച്ചിട്ടില്ല അല്ലേ? ഋതം സത്യം അവശ്യം ഭാവിത്വാത് കർമ്മഫലം പിബന്ധൗ ഏകഃ തത്ര കർമ്മഫലം പിബതി ഭുങ്ക്തേ ന ഇതരഃ തഥാപി പാതൃസംബന്ധാത് പിബന്ധൗ ഇത്യുച്യതേ ഛത്രിന്യായേന. സുകൃതസ്യ സ്വയം കൃതസ്യ കർമ്മണഃ ഋതം ഇതി പൂർവേണ സംബന്ധഃ
ലോകേസ്മിൻ ശരീരേ ഗുഹാം ഗുഹായാം ബുദ്ധൗ പ്രവിഷ്ടൗ പരമേ ബാഹ്യപുരുഷാകാശ സംസ്ഥാനപേക്ഷയാ പരമം പരസ്യ ബ്രഹ്മണഃ അർദ്ധം സ്ഥാനം പരാർദ്ധം തസ്മിൻ ഹി പരം ബ്രഹ്മ ഉപലഭ്യതേ അതഃ തസ്മിൻ പരമേ പരാർദ്ധേ ഹാർദാകാശേ പ്രവിഷ്ടൗ ഇത്യർത്ഥഃ. തൗ ച ഛായാതപയോഃ ഛായാതപൗ ഇവ വിലക്ഷണൗ സംസാരിത്വാസംസാരിത്വേന ബ്രഹ്മവിദഃ വദന്തി കഥയന്തി ന കേവലമകർമ്മിണഃ ഏവ വദന്തി. പഞ്ചാഗ്നയഃ ഗൃഹസ്ഥാഃ യേ ച തൃണാചികേതാഃ ത്രികൃത്വോ നാചികേതോ അഗ്നിഃ ചിതഃ യൈഃ തേ തൃണാചികേതാഃ. അപ്പോൾ ഋതം പിബന്ധൗ സത്യത്തെ കുടിക്കുന്നവർ രണ്ടുപേരാണ്, ദ്വിവചനാണ്. പിബന്ധൗ ഇപ്പം സത്യം അവിടെ അവശ്യം ഭാവിത്വാത് കർമ്മഫലമാണ്. ഈ ഉപനിഷത്തിൻ്റെ വേദത്തിൻ്റെ ഭാഷ എല്ലാ സ്ഥലത്തും ഒന്നും ഋജുവല്ല, നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഋതത്തെ സത്യത്തെ ചൽ കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായ പിബന്ധവും അനുഭവിക്കുന്നവരായ രണ്ടുപേരുണ്ടോ? ഏകഃ തത്ര കർമ്മഫലം പിബതി ഭുങ്ക്തി. ഒരാളവിടെ കർമ്മഫലം അനുഭവിക്കുന്നുണ്ട്, നൈതരഹ മറ്റേയാൾ അനുഭവിക്കുന്നില്ല. പിന്നെന്താ രണ്ട് എന്ന് പറഞ്ഞത്? അപ്പൊ പറഞ്ഞു തഥാപി പാതൃസംബന്ധാത് പിബന്ധൗ ഇത്യുച്യതേ. പാതാവുമായിട്ടുള്ള കുടിക്കുന്നവനുമായിട്ടുള്ള സംബന്ധം കൊണ്ട് രണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ വ്യവഹാരത്തിൽ നമ്മൾ ഞാൻ എന്ന് പറയുന്നു. ശരിയായ ഞാൻ ഇല്ല വെച്ചാൽ ഈ ഞാനുണ്ടോ? ഇല്ല. ശരിയായ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ശരി തന്നെ. പക്ഷേ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ വ്യവഹാരത്തിലുള്ള ഞാൻ വല്ലതും ചെയ്യുമോ? ഒന്നുമില്ല. അപ്പം രണ്ടും ചെയ്യാന്ന് ഉപചാരപൂർവ്വം പറയുക. ഇതുപോലെ ക്ഷത്രിന്യായേന ക്ഷത്രം കുട, ക്ഷത്രി കുട ചൂടിയാൾ. കുട ചൂടിയാളുടെ ന്യായം എന്താ? ഈ കുട ചൂടിയാളുടെ ന്യായം, ഒരാൾ വഴി കൂടെ നടന്നു പോവുക കുടയും പിടിച്ചിട്ട്, വലിയ കുടയാ. അപ്പോൾ വേറൊരാളെയും കൂടി കൂടിക്കോളൂ. ഇപ്പം നമ്മൾ പറയുകയാണ് രണ്ടുപേര് കുട പിടിച്ചു പോകുന്നു. എത്ര പേര് കുട പിടിച്ചിട്ടുണ്ട്? ഒരാളെ പിടിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഉറങ്ങിപ്പോയി വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം തൂങ്ങിയിട്ട് ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടോ. ഉറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല. ഉറങ്ങിയാൽ കയറി വന്നാൽ ഒരു സെക്കൻഡ് ഉറങ്ങും, അതിൽ കൂടുതൽ ഉറങ്ങില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഭംഗം വരില്ല. അത് ആശ്വാസമാണ്. എന്തായാലും വന്ന സ്ഥിതിക്കാണ് കുറിച്ചുകളെ. ശരി. അപ്പോൾ ക്ഷത്രിന്യായേന അവിടെ ശരിക്ക് പറഞ്ഞാൽ കുട പിടിച്ചത് ഒരാളാണ്, കുട ചൂടുന്നത് രണ്ടുപേരാണ്. കുട പിടിച്ചതോ ഒരാൾ. രണ്ടുപേര് കുട പിടിച്ചാൽ ശരിയാവില്ല.
അപ്പം നമ്മൾ പറയും 2 പേര് കുട പിടിച്ചു പോകുന്നു എന്ന് പറയും. കുടയുടെ പ്രയോജനം 2 പേരുണ്ടെങ്കിലും കുട സത്യത്തിൽ ഒരാളെ പിടിച്ചിട്ടുള്ളൂ. ഒരാളെ പിടിച്ചിട്ടുള്ളൂ വെച്ചാലും 2 ആളെയും പറയും. അതിനാണ് ഛത്രിന്യായം എന്ന് പറയുക. ഈ ഛത്രിന്യായം തന്നെയാണ് സുപർണ സയുജ സഖായൗ സമാനം വൃക്ഷം പരിഷസ്വജാതി എന്നുള്ളിടത്ത് കൊടുക്കേണ്ടത്. അതും ഛത്രിന്യായം തന്നെയാണ്. ഒരാളേ ഉള്ളൂ, 2 പക്ഷിയില്ല. ആ ഒരു പക്ഷി നോക്കുമ്പോൾ ഞാൻ തന്നെയാണല്ലോ അതൊന്ന് മനസ്സിലായപ്പോൾ പോയി, പിന്നെ ഒന്നേ ഉള്ളൂ. അങ്ങനെ കർമ്മഫലത്തെ അനുഭവിക്കുന്നു. തഥാപി ശത്രുന്യായന സുഹൃതസ്യ സ്വയം കൃതസ്യ കർമ്മണ ഋതമിതി പൂർവേണ സംബന്ധ. സ്വയം കൃതമായിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നവരാ അവർ 2 പേര്. 2 ഉണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. എന്നാലും പൊതുവെ അങ്ങനെ നമ്മൾ വ്യവഹാരത്തിൽ പറയുകയാണ്, എന്ത്, ഈ കർമ്മഫലാനുഭവങ്ങളൊക്കെ നേടുന്ന ഒരാത്മാവുണ്ട്, ആ ആത്മാവ് ജീവാത്മാവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ആ തലത്തിൽ അതുണ്ട്. സൂര്യനഭിമുഖമായി നമ്മൾ നീല, പച്ച, മഞ്ഞ, ചുമപ്പ് എന്നിങ്ങനെ 4 കണ്ണാടികൾ വെച്ചാൽ 4 പ്രതിബിംബിത സൂര്യന്മാരുണ്ടാവും. ആ സൂര്യന്മാരുടെ വർണ്ണം നീല, പച്ച, മഞ്ഞ, ചുമപ്പ് തന്നെയായിരിക്കും. നീല സൂര്യൻ, മഞ്ഞ സൂര്യൻ, പച്ച സൂര്യൻ, ചുവപ്പ് സൂര്യൻ. ചുവപ്പ് സൂര്യനൊക്കെ പോയി തുടങ്ങിയിട്ടുവോ ഇല്ലേ? പൊതുവെ ഒരുവിധം അതിനെ ഇല്ലാണ്ടാക്കിയിട്ട് തന്നെ എപ്പോഴത്തെ വലിയ ആൾ പോവുള്ളൂ. അതെ, അപ്പോൾ ഏതാ നല്ലത് തന്നെ, സന്തോഷം. അപ്പോൾ ഇവിടെ ഈ കണ്ണാടിയുടെ വർണ്ണത്തിനനുസരിച്ച് സൂര്യൻ വർണ്ണഭേദം ഉണ്ടാവുന്നു. ഇനി ചോദിക്കട്ടെ, ഈ കണ്ണാടി നമ്മളൊരു കെട്ടിടത്തിലേക്ക് തിരിച്ചു വെച്ചാൽ ആ കെട്ടിടത്തിൽ നീല വെളിച്ചം ഉണ്ടാവുക, പച്ച വെളിച്ചം ഉണ്ടാവുക, മഞ്ഞ വെളിച്ചം ഉണ്ടാവുക, ചുവപ്പ് വെളിച്ചം ഉണ്ടാവുക. അതിനനുസരിച്ച് അവിടുത്തെ ദൃശ്യങ്ങളും വ്യവഹാരങ്ങളും മുഴുവൻ മാറും. അതെ, ആൾക്കാരുടെ വർണ്ണം മാറും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നേരം പോക്ക് പറഞ്ഞുതരാം. നേരം പോക്കിന് നേരമില്ല അല്ലേ? ആശ്രമത്തിൽ, നമ്മളെ ഗുജറാത്ത് ആശ്രമത്തിൽ കഴിഞ്ഞ ദിവസം ഗുരുപൂർണിമയുടെ തലേന്ന് അതിൻ്റെ തലേന്ന് 2-3 ഈ പായൊക്കെ ഇട്ടിട്ടുണ്ട്. മഴ പെയ്താൽ വിഷമില്ലാതെ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പായ ഇട്ടിട്ടുണ്ട്, സിൽപോളിൻ. അപ്പോൾ ആ സിൽപോളിൻ്റെ അതിലൂടെ വെയിൽ അടിച്ചിട്ട് ഇങ്ങനെ മുറിയിലേക്ക് കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ആശ്രമത്തിൽ വന്നു, സ്വാമി എന്താ വസ്ത്രം കാവ്യമൊക്കെ മാറ്റിയോ? സ്വാമി ബ്രൗൺ വസ്ത്രമാക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, കാവ്യ തന്നെയാണല്ലോ. അല്ല സ്വാമി, എൻ്റെ കണ്ണിന് വല്ലതും പറ്റിയോ? ഞാൻ പറഞ്ഞു നിങ്ങളെ കണ്ണിനൊന്നും പറ്റിയിട്ടില്ല. സംഗതി അതിലൊക്കെ കൂടെ തട്ടി വരുന്ന വെളിച്ചം പ്രത്യേക വർണ്ണമുള്ളതാണ്. അതും കാവ്യയും കൂടി ചേരുമ്പോൾ ബ്രൗൺ ആവുകയാണ്. എന്നിട്ട് ഞാൻ അയാളെയും പിടിച്ച് പുറത്തു പോയി. അയാളെയും പിടിച്ച് പുറത്തു പോയപ്പോൾ അയാൾക്ക് സമാധാനമായി. ഓ, സ്വാമി മാറിയിട്ടില്ല. ഇതാണ്, ഇത് കഥയല്ല. അപ്പം ഇങ്ങനെ ഉപാധിഗതമായിരിക്കുന്ന ഭാവം ഇല്ല എന്ന് പറയരുത്. ജീവാത്മാവില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഉപാധിഗതമായ ഭാവമുണ്ട്, എന്നാൽ അത് പരമാർത്ഥത്തിൽ ഇല്ല. പരമാർത്ഥത്തിൽ സൂര്യനേ ഉള്ളൂ. പരമാർത്ഥത്തിൽ സൂര്യനേ ഉള്ളൂ. മറ്റത് ഉപാധിഗതമായ ഭാവമാണ്. ആ ഉപാധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൂര്യനുണ്ട്. സൂര്യ ഭിന്നമായിട്ട് പ്രതിബിംബിത സൂര്യനില്ല. അപ്പോൾ വാസ്തവത്തിൽ എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. വാസ്തവത്തിൽ എത്ര ഉണ്ട്? ആയിരക്കണക്കിനുണ്ട്. കോടിക്കണക്കിന്, ആയിരക്കണക്കല്ല, കോടിക്കണക്കിന്. എത്ര ജീവരാശിയുണ്ടോ അത്രയും ആത്മഭാവമുണ്ട്. എന്നാൽ പരമാർത്ഥത്തിൽ ഏകമാണ്, അദ്വയമാണ്. ഇത് ഉപാധിഗതമാണ്. ഈ ഉപാധിഗതമായി ലക്ഷക്കണക്കിന് ഭേദം ഉണ്ടാവുമ്പോൾ സത്യത്തിന് വല്ല മാറ്റവും വരുന്നുണ്ടോ? ഇല്ല, മാറ്റമില്ല. ഇത്രയേ ഉള്ളൂ.
നിന്നിലും എന്നിലും അവനിലും അവളിലും അതിലും ഇതിലും എല്ലാം തത്വം ഒന്നാണ്. അതെ. അപ്പോ നൈതരഹ പരമേ മഹാപുരുഷാകാശ സംസ്ഥാനാപേക്ഷയ പരമം, പരമമായിരിക്കുന്ന സ്ഥാനത്തിൽ ബാഹ്യപുരുഷാകാശ സംസ്ഥാന അപേക്ഷയ പരമം. ശരീരേ ഗുഹാം, അവൾ പറഞ്ഞില്ല പൂർവേണ സംബന്ധം. ലോകേ അസ്മിൻ ശരീരേ ഗുഹായാം ബുദ്ധൗ പ്രവിഷ്ടൗ, ഗുഹാം പ്രവിഷ്ടൗ, ഗുഹയിൽ പ്രവേശിച്ചതായിട്ട്. ഏതാ ഗുഹ എന്ന് നേരത്തെ പഠിച്ചു, അന്ധക്കരണ ഗുഹ. ഒന്നും കൂടി ശുദ്ധമായി പറഞ്ഞാൽ ചിത്തത്തിൽ പതിഞ്ഞ ചിത്തിൻ്റെ പ്രകാശം. അതിന് പറയുന്ന പേരാണ് ചിദാഭാസൻ. ചിദാഭാസൻ, ചിദാഭാസനാണ് ജീവഭാവം. ചിദാഭാസൻ പരമാർത്ഥാണോ നോക്കിയപ്പോഴാണ് പറഞ്ഞത് അത് ചിത്തത്തിൽ പതിഞ്ഞതാണ്, ആഭാസമാണ്. അപ്പൊ പരമാർത്ഥം എന്ത്? പരമാർത്ഥം തന്നെ, ആത്മാവ് തന്നെ. പരമേ ബാഹ്യപുരുഷ ആകാശ സംസ്ഥാന അപേക്ഷയാ പരമം. ഈ പരമേ എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദ്യം. പരമേ അപ്പൊ പറയാണ് ഈ ഉപാധിഗതമായിരിക്കുന്ന പുരുഷാപേക്ഷയിൽ പറയാണ് പരമം. വാസ്തവത്തിൽ പരമാത്മാവുണ്ടോന്ന് ചോദ്യം. നമ്മൾ പറയും ജീവാത്മാവ് പരമാത്മാവ്. ജീവാത്മാവുണ്ടെങ്കിൽ പരമാത്മാവുണ്ട്. ജീവാന്നുള്ളതും പരമാന്നുള്ളതും രണ്ടും പോയി കഴിഞ്ഞാൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഉപാധിഗതമായ ജീവന്റെ അപേക്ഷയിലാണ് പരമം. ഇതല്ലേ ആപേക്ഷിക സിദ്ധാന്തം എന്നാ ചോദ്യം. ഇതാണ് ആപേക്ഷികത. നമ്മൾ സയൻസിൽ പറയുന്ന ആപേക്ഷിക സിദ്ധാന്തം ഇതല്ല. അത് പ്രശ്നോപനിഷത്തിൽ പഠിക്കാം. പ്രശ്നോപനിഷത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നത്തിൽ, അത് പ്രശ്നോപനിഷത്തിൻ്റെ ഒന്നാം പ്രശ്നത്തിലുണ്ട്. ഇതല്ല. പരസ്യ ബ്രഹ്മണ അർദ്ധം സ്ഥാനം പരാർദ്ധം. പരമായ ബ്രഹ്മത്തിൻ്റെ സ്ഥാനമാണ് പരാർദ്ധം. അതെവിടെയാ? ഏതോ ബ്രഹ്മലോകത്തിൽ എന്ന് പറഞ്ഞ് പോണ്ട. ഇതെവിടെയാണത്? ഈ ഒരു ആത്മഭാവം പ്രകാശിക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കുക. എന്നിട്ട് തൻ്റെ ഉള്ളിലേക്ക് പോവാൻ ശീലിക്കുക. അതേ വേണ്ടു. അവിടെ ഈ പറഞ്ഞ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്ന, അതാണ് സുഹൃതസ്യ ലോക ഹൃദം പിബന്ധ, കർമ്മഫലത്തെ അനുഭവിക്കുന്ന ആളുണ്ട്. ജീവാത്മഭാവം. ആ ജീവാത്മഭാവം സൂക്ഷ്മ വിചാരം ചെയ്താൽ അവനൊരു കർമ്മഫലം അനുഭവിക്കുന്നില്ല എന്ന് മനസ്സിലാവും. അത് ഈ ഉപാധിഗതമായ ഭാവമാണ്. സുഖം, ദുഃഖം, മാന, അപമാനം. അതാണ് തയോരന്യ പിപ്പലം സ്വാദു അത്തി എന്ന് മുണ്ടകം. അവ രണ്ടിലൊരാൾ സ്വാദുള്ള, സ്വാദ് വെച്ചാൽ 3 സ്വാദ്, സ്വാദ്, അസ്വാദ്, ദുസ്വാദ്, 3 അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ 3 ഇല്ലേ? സുഖം മാത്രമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദുഃഖം മാത്രമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതൊക്കെ സമ്മിശ്രമായിട്ട് അങ്ങനെ വരും. അങ്ങനെ അനുഭവിച്ചു പോകും. അങ്ങനെ അനുഭവിച്ച് പോകുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ആരാന്ന്. ഇടയ്ക്കൊന്ന് നോക്കും മേപ്പെടാം. അപ്പം എടാ ഞാൻ തന്നെയാണുള്ളത് എന്ന് മനസ്സിലായി. അപ്പം മനസ്സിലായി ഞാൻ വാസ്തവത്തിൽ ഒന്നും കഴിക്കുന്നില്ല, ഞാൻ ഒന്നും അനുഭവിക്കുന്നില്ല. കഴിഞ്ഞു, ജീവഭാവം കഴിഞ്ഞു, മുക്തനായി. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണേ, വളരെ എളുപ്പമാണ്. തസ്മിൻ ഹി പരംബ്രഹ്മ ഉപലഭ്യതേ. അവിടെയാണ് പരബ്രഹ്മത്തെ ലഭിക്കണത്, അന്വേഷിക്കേണ്ടത്. ഉള്ളടത്ത് വേണമല്ലോ അന്വേഷിക്കുക. ഇപ്പം നമ്മുടെ തന്നെ ഉള്ളിലേക്ക്, ഈ ഉള്ളിലേക്ക് പോകണമെന്ന്
പ്രസംഗിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. അതിനുള്ള ശക്തി വേണം, അതിനുള്ള കരുത്ത് വേണം. അതിനെന്ത് വേണം? ഉപാസനാബലം വേണം, വിചാര സാമർഥ്യം വേണം. അവിടെയാണ് പ്രാഥമിക സാധനകളൊക്കെ വരുന്നത്. ഒന്നിനെ നിഷേധിക്കരുത്, ഒരു സാധനയെയും നിഷേധിക്കരുത്. ഒരു സാധനയെയും നിഷേധിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും ഈ വേദാന്തികൾ എന്ന് പറയുന്നവർക്ക് പറ്റുന്നൊരു കുഴപ്പമാണ്, ഒരു സാധനകളെ മുഴുവൻ നിഷേധിക്കും. ഇനി ഞങ്ങളാണ് സാധകന്മാരെന്ന് പറയുന്നവരുടെ കുഴപ്പം, അവർ വേദാന്തത്തെ നിഷേധിക്കും. വേദാന്തികളൊക്കെ കള്ളന്മാരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, വെറുതെ പ്രസംഗിക്കുകയാണ്. ഈ രണ്ടും തെറ്റാണ്. രണ്ടും തത്വമറിയാത്തവരാണ്. തത്വമറിയുന്നവർക്കറിയാം ഉപാസനയിലൂടെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിച്ചാൽ മാത്രമേ ഈ സൂക്ഷ്മ വിചാരം സാധിക്കൂ. സൂക്ഷ്മ വിചാരത്തിലൂടെ തത്വവിജ്ഞാനത്തിലേക്ക് എത്തുകയാണ് ലക്ഷ്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കർമ്മ ഉപാസന ജ്ഞാനകാന്ഡങ്ങളുടെ സമന്വയമായി. അതില്ലാത്തതാണ് പ്രശ്നം. സാധനയ്ക്ക് എങ്ങനെയാ തടസ്സം വരിക? സാധന നന്നായി നടക്കല്ലേ ചെയ്യുക. സാധന ബന്ധനാവുമെന്നോ? അങ്ങനെയല്ല ചോദിച്ചതാണോ? എന്താ ചോദിച്ചത്? സാധന തടസ്സാവുമെന്ന്? ഇല്ലല്ലോ. എങ്ങനെയാ സാധന തടസ്സാവുക? സാധന ശുദ്ധമായ ഭാവത്തിൽ അവനവൻ്റെ സമ്പ്രദായത്തിനും ഗുരുനാഥൻ്റെ ഉപദേശത്തിനും അനുസരിച്ച് പോകുന്നുണ്ടെങ്കിൽ ഏത് സാധനാമാർഗമായാലും വ്യക്തിയെ ചിത്തശുദ്ധിയിലേക്ക് നയിക്കും. ഏതായാലും അത് ഇന്നതെന്നൊന്നുമില്ല. അവിടെ വൈഷ്ണവം, ശൈവം, ശാക്തേയം, മറ്റേ കൗളം, മറ്റേ എന്താ പറയേണ്ടത്, സമയാചാരം, വാമാചാരം, അല്ലെങ്കിൽ ഗാണപത്യം, സൗരം, സ്കാന്തം, ഒരു വ്യത്യാസമില്ല. ഏതുപാസനയായാലും അവനവൻ്റെ ഗുരുനാഥനവും സമ്പ്രദായവും പറഞ്ഞതിനനുസരിച്ച് ശുദ്ധമായി പോകുന്നുണ്ടെങ്കിൽ അത് സാധകന് ഉയർച്ച ഉണ്ടാവും. ഏതെങ്കിലും ഒരാൾ മറ്റൊന്നിനെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാളുടേതിൽ പോലും ശുദ്ധമായി പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. വേദാന്തികൾ എന്ന് പറയുന്നവർ താന്ത്രികന്മാരെ എതിർക്കും, താന്ത്രികന്മാർ എന്ന് പറയുന്നവർ വേദാന്തികളെ എതിർക്കും. വളരെ കൂടുതലാണ്. എന്താ കാരണം? ഒരാനയിൽ അന്ധരെന്ന പോലെ, ഇത്രയേ ഉള്ളൂ. അവൻ്റെതിന് തന്നെ ശ്രദ്ധയില്ല, കഴിഞ്ഞു. എന്തിനാണെന്നറിയില്ല. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കർമ്മഫലം സൂക്ഷിച്ച് നിരൂപണം ചെയ്താൽ ഈ ഉപാധിഗതമായ ഭാവം മാത്രമാണെന്നാണ് പറഞ്ഞത്. അതില്ല എന്ന് പറയരുത്, ഉപാധി ഉണ്ടല്ലോ. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുകയല്ലേ എന്നാ ചോദ്യം. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ ശാസ്ത്രത്തിന്, അത്ര എളുപ്പമല്ലല്ലോ. ആത്മാവ് ശുദ്ധമാണെന്ന് ശരി, ഞാൻ പറഞ്ഞു ആത്മാവ് ശുദ്ധമാണ്. ഞാൻ പറഞ്ഞു ആത്മാ ശുദ്ധമാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് ആത്മാവ് പറഞ്ഞു. അപ്പോൾ കാപ്പി കുടിച്ചു. അപ്പോഴെന്തായി? അല്ലെങ്കിൽ വിശന്നു, ഭക്ഷണം കഴിച്ചു. മലവിസർജനത്തിന് തോന്നി, എഴുന്നേറ്റ് പോയി മലവിസർജനം ചെയ്തു. മൂത്രവിസർജനത്തിന് തോന്നി, അത് ചെയ്തു. കള്ളം പറയാൻ പ്രേരണ വന്നു, ഒന്നുകിൽ പറഞ്ഞു അല്ലെങ്കിൽ പറയാതിരുന്നു. പറയാതിരുന്നാൽ സംഘർഷം, പറഞ്ഞാൽ സംഘർഷം. അപ്പം ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചോദ്യം. അപ്പം വ്യവഹാരതലത്തിൽ ജീവാത്മഭാവം ഉണ്ട്. നീല കണ്ണാടി, ചുമന്ന കണ്ണാടി, മഞ്ഞ കണ്ണാടി, പച്ച കണ്ണാടി ഉണ്ട്. അതിൻ്റെ പാരമാർത്ഥിക ഭാവം ഇതിനാൽ ഒന്നും ബാധിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അദ്വൈതം എന്ന വാക്ക് ആചാര്യൻ പറഞ്ഞത്.
അല്ലെങ്കിൽ ഐക്യംന്നോ ഏകത്വംന്നോ മറ്റോ പറയാമായിരുന്നു. ദ്വൈതത്തെ അംഗീകരിച്ചു. ദ്വൈതമില്ല എന്ന് പറയരുത്. ഈ പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗുരു ശിഷ്യൻ ഉണ്ട്, ഉപദേശം തുടങ്ങിയവ ഉണ്ട്. ദ്വൈതത്തെ അംഗീകരിച്ചു. എന്നിട്ടാണ് നിരൂപണം ചെയ്യണത് ഈ ദ്വൈതം സദ്ഭിന്നമായിട്ടില്ല, സദ്ഭിന്നമായിട്ടില്ല. അപ്പം അദ്വൈതമായി. കോംപ്ലിക്കേറ്റഡ് അല്ലേ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല ശാസ്ത്രം. പക്ഷേ ഗുരു ശാസ്ത്ര സമ്പ്രദായം അനുസരിച്ച് മുന്നോട്ട് പോയാൽ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ അത് ഈ പരമമായ ബ്രഹ്മതത്വമായിട്ട് പറഞ്ഞു കൊടുക്കണില്ല. അത് ക്രമികമായി സാധകൻ കർമ്മങ്ങളിലൂടെ ഉപാസനകളിലൂടെ ഉയർന്ന്, ഇത് ഒരു ജന്മത്തിലായിക്കൊള്ളണമെന്നില്ല, ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള ഗതിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എത്ര ജന്മങ്ങളായി വേദാന്ത സാധനയും ശാസ്ത്ര സ്വാധ്യായം ചെയ്യണമെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഇരിക്കുന്നവരാരും ആദ്യത്തെ മനുഷ്യജന്മം ലഭിച്ചവരല്ല, എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞവരാണ്. എത്രയോ മനുഷ്യജന്മം കഴിഞ്ഞ് നല്ല വേദാന്തം ശ്രവിക്കാനുള്ളൊരു അധികാരമുള്ളൂ. അല്ലാണ്ടാവുമോ? ഒക്കെ പ്രശ്നമാണ്, എല്ലാം പ്രശ്നം, മൊത്തം പ്രശ്നമാണ്. അത് ഒക്കെ എല്ലാം പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് പ്രശ്നമാണ്. അതുകൊണ്ട് പരമേ ബാഹ്യപുരുഷാകാ അപേക്ഷയാ പരമം പരസ്യ ബ്രഹ്മണ അർദ്ധം സ്ഥാനം പരാർദ്ധം തസ്മിൻ ഹി പരം ബ്രഹ്മ ഉപലഭ്യത. അവിടെയാണ് ഈ പരമസത്യത്തെ അന്വേഷിച്ച് തേടേണ്ടത്. അവിടെ അന്വേഷിച്ചത് അത് എന്ത് ഏത് രണ്ട് പക്ഷി പറഞ്ഞുകൊണ്ട്. എന്നാൽ രണ്ട് പക്ഷി പറഞ്ഞിട്ടില്ല, അതാണ് മറന്നേക്കോ. അത് മുണ്ടകോപനിഷത്ത് പഠിക്കുമ്പം പറയാം. അപ്പം അതുകൊണ്ട് തത്ര ബ്രഹ്മ ഉപലഭ്യതേ, അവിടെ ബ്രഹ്മ ഉപലഭിക്കപ്പെടുന്നു, അവിടെ അന്വേഷിച്ചോളൂ. അതഃ തസ്മിൻ പരമേ പരാർദ്ധേ ഹാർദാകാശേ പ്രവിഷ്ടൗ. ഭാഷ്യകാരന് ചെറിയൊരു ഭയം, ആ പരമമായ ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്തിൽ അന്വേഷിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവരേതോ ബ്രഹ്മലോകത്തിലോ അവിടെയോ എവിടെയോ പോയി അന്വേഷിക്കുകയോ എന്നൊരു പേടി. അതുകൊണ്ട് പറയാണ് പരാർദ്ധേ, പരമമായ സ്ഥാനത്തിൽ, ഹാർദാകാശേ, ഹൃദയാകാശത്തിൽ, പ്രവിഷ്ടവും, പ്രവേശിച്ചിരിക്കുകയാണ്. അവിടേക്കാണ് പോകേണ്ടത്. തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് സ്ഥൂല ശരീരം, പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിങ്ങനെയുള്ള ഓരോന്നിനെ ഉള്ളിലേക്ക് പോകാൻ പരിശ്രമിക്കുക. പരമായ അർദ്ധം സ്ഥാനം, പരം അർദ്ധം സ്ഥാനം. തൗച്ച ഛായാതപൗ ഇവ വിലക്ഷണൗ. ഇവ നിഴലും വെയിലും പോലെ വിലക്ഷണങ്ങളാണ്. അസംസാരിത്വേന, ഈ സാക്ഷിഭാവം വന്നാൽ പിന്നെ സംസാരിത്വം ഇല്ല. ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്ന ഭാവത്തിലോ സംസാരിത്വമുണ്ട്. കർമ്മഫലത്തെ അനുഭവിക്കുന്ന ഭാവത്തിൽ സംസാരിത്വമുണ്ട്. ഇല്ല എന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. എനിക്ക് സംസാരിത്വമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഉണ്ട്. എന്നാൽ പരമാർത്ഥത്തിലുണ്ടോ? ഇല്ല. ബ്രഹ്മവിദോ വദന്തി, ഇത് ബ്രഹ്മജ്ഞാനികൾ പറയുന്നു. ന കേവലം അകർമ്മിണ, കർമ്മങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച ബ്രഹ്മജ്ഞാനികൾ മാത്രമല്ല ഇത് പറയുന്നത്. പിന്നെയോ പഞ്ചാഗ്നയ ഗൃഹസ്ഥാഹ, ഗൃഹസ്ഥന്മാരും പറയുന്നു. അഗ്നിക്രിയ ചെയ്യുന്നവരായ ഗൃഹസ്ഥന്മാരും പറയുന്നു. ഏച്ച തൃണാജികേതാഹ ത്രികൃത്വ നാജികേതാഹ അഗ്നിചിതഃ യൈഹി തേ തൃണാജികേതാഹ അഭിവദന്തി, തൃണാജികേതന്മാരും പറയുന്നു. നാചികേതാഗ്നി ചെയ്തവരും പറയുന്നു. എല്ലാവരും പറയുന്നു, വിവരമുള്ളവരൊക്കെ പറയുന്നു.
എന്ത് ഇങ്ങനെ ഇങ്ങനെ ഉപാധിഗതമായി രണ്ടാത്മഭാവമുണ്ട്, എന്നാൽ പരമാർത്ഥത്തിൽ ഏകമാണ്. ആ ജീവഭാവമുള്ളപ്പോൾ അത് കർമ്മഫലത്തെ അനുഭവിക്കുന്നു. അവൻ്റെ ശരിയായ സ്വരൂപം ഹൃദയാകാശത്തിൽ അന്വേഷിച്ചോളൂ. ഇത്രയേ ഉള്ളൂ സാരം. അതുകൊണ്ട് ഉപനിഷത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഈ ബ്രഹ്മപുരത്തിൽ വളരെ ചെറിയൊരു താമര മൊട്ടുണ്ട്, അതിൽ ചെറിയൊരാകാശമുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അന്വേഷിച്ചോളൂ എന്ന്. അന്വേഷിക്കാനാ പറയുന്നത്. നമ്മളിപ്പോൾ എവിടെയാ ബ്രഹ്മപുരം എന്ന് നോക്കിപ്പോവും. എവിടെയാണ് ബ്രഹ്മപുരം എന്നുള്ള സ്ഥലം? കൊച്ചിയിൽ അഴുക്കുകൾ മാലിന്യങ്ങളൊക്കെ കത്തിക്കുന്ന സ്ഥലം. അതെ, ആകെ പ്രശ്നമാണ്. അപ്പം എന്താ വേണ്ടേ? ഈ രണ്ട് ഭാവം ഉണ്ടെങ്കിൽ എന്ത് വേണം? ഏതാ വേണ്ടെന്ന് നിശ്ചയിച്ചോളൂ. ഈ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ച് ആണ് പെണ്ണ്, പിന്നെ ഈ ലോകത്തിലെ എല്ലാ സുഖ ദുഃഖങ്ങൾ, അത് കഴിഞ്ഞ് പിന്നെ അതിലൂടെ ശാന്തി അതിലൂടെ മോക്ഷം, അല്ല മോക്ഷമില്ല, സ്വർഗം. ഇങ്ങനെയുള്ള വഴിക്ക് പോവാം. അതല്ല, ഇതിലൊന്നും ഒരർത്ഥമില്ല, മോക്ഷമാണ് എൻ്റെ ജീവിത ലക്ഷ്യം വേണോ? ഇങ്ങനെ രണ്ട് വഴിയിലും കൂടെയും പോവാം, രണ്ടും പോവാം. അത് നേരത്തെ പറഞ്ഞു, ശ്രേയസ്സും പ്രേയസ്സും മനുഷ്യനെ പ്രാപിക്കുന്നു, രണ്ടിനെയും വേർതിരിച്ച് വിവേകമുള്ളവർ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു.